ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിവിങ് വേൾഡ് ചാപ്റ്ററിലെ എല്ലാ പോയിൻറ്റ്സും കൂടിയിട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു നോട്ടിൽ നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും നോക്കാൻ പോവാണ്. സോ ആദ്യത്തെ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏണസ്റ്റ് മേയർ എന്ന് പറയണ ഒരു സയൻറ്റിസ്റ്റിനെ പറ്റിയാണ്. അയാളെ നമ്മൾ ഡാർവിൻ ഓഫ് 20th സെഞ്ച്വറി എന്നാണ് പറയണത്. ആൾ ബയോളജിക്കൽ സ്പീഷീസ് എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഡെഫിനിഷൻ തന്ന ആളാണ്. പിന്നെ ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ദ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. പിന്നെ ഇൻ പ്ലാന്റ് സെൽ ഡിവിഷൻ ഈസ് പ്രസൻറ്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. ഇൻ ആനിമൽസ് ഇറ്റ്സ് ഓൺലി അപ് ടു സെർട്ടൻ ഏജ്. ഓൺലി ഇൻ ടിഷ്യൂസ് ചില ടിഷ്യൂസിൽ മാത്രം ടു റീപ്ലേസ് ദ ലോസ്റ്റ് സെൽസ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ദാറ്റ് ഈസ് ഹയർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആൻഡ് ഗ്രോത്ത് ഈസ് കൺസിഡേർഡ് ആസ് ഇൻക്രീസ് ഇൻ മാസ്. അപ്പോൾ ഇൻക്രീസ് ഇൻ ബോഡി മാസ് അങ്ങനെ പറയുമ്പോൾ നോൺ ലിവിങ് ഒബ്ജക്ട്സും ഇൻക്രീസ് ഇൻ മാസ് ഉണ്ടാവുന്നുണ്ട് അവർക്കും, മൗണ്ടെയ്ൻസ്, ബോൾഡേഴ്സ്, സാൻഡ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്രോത്ത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റില്ല. ദെർഫോർ ഗ്രോത്ത് ഇസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ബട്ട് ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് സിസ്റ്റം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് സിസ്റ്റം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിൽ ഗ്രോത്ത് ഈസ് ഫ്രം ഇൻസൈഡ്. നെക്സ്റ്റ് ടോപ്പിക്ക് റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ നമുക്ക് കാണാം ഫംഗയിൽ ദർ ഈസ് മില്യൺസ് ഓഫ് എസെക്ഷൽ സ്പോർസ് പ്രസൻറ്റ്. പിന്നെ ഇൻ ഈസ്റ്റേൺ ഹൈഡ്ര വി സി ബഡ്ഡിങ്. ഇൻ പ്ലാനേരിയ ദറ്റ് ഈസ് ഫ്ലാറ്റ് വേമിൽ ദർ ഈസ് ട്രൂ റീജനറേഷൻ. അടുത്താണ് ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്ന മൂന്നെണ്ണത്തിലാണ്: ഫിലമെൻറ്റസ് അൽഗെ, ഫംഗൈ, പ്രോട്ടോണിമ ഓഫ് മോസസ്. ഇനി അടുത്ത പോയിന്റ്, റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത്. റീപ്രൊഡക്ഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് രണ്ടിനും ഈക്വൽ മീനിങ് ആണ് ഇൻ കേസ് ഓഫ് ഈ മൂന്നെണ്ണത്തിൽ, അതായത് യൂണിസെല്ലുലാർ ആൽഗെ, ബാക്ടീരിയ ആൻഡ് അമീബ. കാരണം ഈ മൂന്നെണ്ണത്തിലും ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് മാത്രമാണ് അവർ നോക്കുന്ന ഒരു ക്രൈറ്റീരിയ. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ മ്യൂൾസ്, സ്റ്റെറൈൽ വർക്കർ ബീസ് ആൻഡ് ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾ. അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിലും ബട്ട് ദേ ആർ ലിവിങ്. Therefore, reproduction is not an all-inclusive defining characteristic of living organism. അപ്പോൾ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ജീവിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് അതിൻ്റെ. അപ്പോൾ റീപ്രൊഡക്ഷൻ നമുക്ക് ഒരു ഡിഫൈനിങ് ഫീച്ചർ ലിവിങ് സിസ്റ്റം, ലിവിങ് ഓർഗാനിസത്തിന് കഴിയുന്നതാണെന്ന് നമുക്ക് ഡിഫൈനിങ് ഫീച്ചറായിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ടോപ്പിക്ക് മെറ്റബോളിസം. Metabolism is the sum total of all the chemical reactions occurring in the body. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന എല്ലാ കെമിക്കലി ഉള്ള എല്ലാ റിയാക്ഷൻസും, അതായത് ഓരോ ബയോമോളിക്യൂൾസ് ഉണ്ടാകുന്നു, ബയോമോളിക്യൂൾസ് ഇൻട്രാക്ട് ചെയ്യുന്നു, അതിനെയൊക്കെ ഒരു സം ടോട്ടലിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദോ ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് കുഡ് ബി കണ്ടക്റ്റഡ് ഇൻ എ സെൽ ഫ്രീ സിസ്റ്റം ഇൻ വിട്രോലി ദേ ആർ നോട്ട് ലിവിങ് തിങ്സ് ബട്ട് ജസ്റ്റ് ലിവിങ് റിയാക്ഷൻ. നമുക്കിങ്ങനെ റിയാക്ഷൻസ് ടെസ്റ്റ് ട്യൂബിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അതൊന്നും ലിവിങ് തിങ്സ് അല്ല, ഒക്കെ വെറും റിയാക്ഷൻസ് മാത്രമാണ്, ലിവിങ് റിയാക്ഷൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് മെറ്റബോളിസത്തിൻ്റെ അതായത് ജീവനുള്ളവരിൽ മാത്രമാണ്, അതായത് ലിവിങ് തിങ് എന്ന് പറയണമെങ്കിൽ ജീവനുള്ളതിൽ മാത്രമാണ് മെറ്റബോളിക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, മെറ്റബോളിക് റിയാക്ഷൻസ് നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. അത് ലിവിങ് റിയാക്ഷനാണ് ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് ചെയ്യാൻ പറ്റണുള്ളൂ, അല്ലാണ്ട് അത് വെച്ചിട്ട് കാലാകാലങ്ങളിലേക്ക് ജീവിപ്പിക്കുക അങ്ങനെയല്ല. സോ മെറ്റബോളിസം നമുക്ക് എന്ത് പറ്റി പറയാം, ഒരു ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസമായിട്ട് പറയാൻ പറ്റും, ഒരു ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ലിവിങ് ഓർഗാനിസം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സെല്ലുലർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലൈഫ് ഫോംസ്. അതായത് നമ്മുടെ ബോഡിക്ക് ഓരോ സെല്ലുലർ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ടിഷ്യൂസായിട്ട് നമ്മൾ വേർതിരിക്കുന്നു, അങ്ങനത്തെ. അതായത് ഇപ്പോൾ മീസോഡേം, എക്ടോഡേം, എൻഡോഡേം എന്നൊക്കെ പറയണു. ഈ ഓർഗനൈസേഷൻ ലിവിങ് ഓർഗാനിസത്തിൽ മാത്രം കാണുന്നതാണ്, അതുകൊണ്ട് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡിഫൈനിങ് ഫീച്ചർ. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കോൺഷ്യസ്നെസ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഒബ്വിയസ് ആൻഡ് ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡ് ഫീച്ചർ ഇൻ ഓൾ ലിവിങ് ഓർഗാനിസം. ഇറ്റ് ഈസ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയണത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അത് ലിവിങ് ഓർഗാനിസത്തിന് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ്. ഇറ്റ് ഈസ് ടു സെൻസ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ടു റെസ്പോണ്ട് ടു ദ എൻവയോൺമെൻറ്റൽ സ്റ്റിമുലൈ. സോ ഫോട്ടോ പീരീഡ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഫോട്ടോ പീരീഡ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, അതൊരു എൻവയോൺമെൻറ്റലിലുള്ളൊരു ഇതാണ് ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്. ലൈറ്റിനോടുള്ള ഡേ ലൈറ്റിനോടുള്ള ഇതാണ്, ഐ മീൻ ടൈമിങ്ങിനോടുള്ള
ആനിമൽസിൻ്റെ റെസ്പോൺസ്. അതാണ് ഫോട്ടോ പീരീഡിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് അഫക്ട്സ് ദ റീപ്രൊഡക്ഷൻ സീസണൽ ബ്രീഡേഴ്സ് ഓഫ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ അത് പ്ലാന്റ്സിനും ആനിമൽസിനും അത് എഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്ലാന്റ്സിനും ആനിമൽസും, അത് ലിവിങ് ഓർഗാനിസത്തിന് അതിൽ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്, അവർക്കൊരു അവയർനെസ് ഉണ്ട്. എൻവയോൺമെൻറ്റിൽ എന്ത് സ്റ്റിമുലസ്, എന്ത് റെസ്പോൺസ്, എന്ത് ചേഞ്ച് വന്നാലും അത് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ബിക്കോസ് ദേ ആർ ലിവിങ്. ദെർഫോർ കോൺഷ്യസ്നെസ് ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. ആൻഡ് നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിന് മാത്രമുള്ളൊരു ക്യാരക്ടറാണ് സെൽഫ് കോൺഷ്യസ്നെസ്, അവയർനെസ് ഓഫ് ഹിംസെൽഫ്. അത് ഹ്യൂമൻ ബീങ്സിന് മാത്രമേ ഉള്ളൂ. പക്ഷേ വേറെ കാര്യമുണ്ട്, പേഷ്യൻസ് ഇൻ കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന് ദേ ഹാവ് നോ സെൽഫ് കോൺഷ്യസ്നെസ്. അടുത്ത പോയിന്റ്, ഓൾ ലിവിങ് ഫിനോമിനാസ് ആർ ഡ്യൂ ടു ആൻ അണ്ടർലൈങ് റിയാക്ഷൻസ്. എല്ലാ ലിവിങ് ഫിനോമിനാസും, ഇവിടെയുള്ള എല്ലാ ലിവിങ് ഫിനോമിനാസും ഒരു അണ്ടർലൈങ് റിയാക്ഷൻ ഉണ്ട്. അതായത് അറ്റ് ദ ബോട്ടം മോസ്റ്റ് പോയിന്റ് ദർ ഈസ് എ റിയാക്ടിങ് ചെയിൻ. അതാണ് അതിൻ്റെ ബേസിക്സ്. That is at the microscopic level and at submicroscopic level. Microscopic level എന്ന് പറയുമ്പോൾ ടിഷ്യൂസ് ആൻഡ് സെൽസ് തമ്മിലുള്ളത്. സബ് മൈക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറയുമ്പോൾ സെല്ലുലർ ഓർഗനൽസ് ആൻഡ് അവരുടെ മോളിക്കുലർ കോൺസ്റ്റുവൻസും. ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ എമർജൻറ്റ് പ്രോപ്പർട്ടീസ് അറ്റ് ഹയർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഹയർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ നമ്മളത് നോക്കുമ്പോൾ അതിലേക്ക് ആ പ്രോപ്പർട്ടീസ്, ആ ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി കാണിക്കാൻ കാരണം ഈ മൈക്രോസ്കോപ്പിക് ലെവലിലും സബ് മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ആ ബേസിക് റിയാക്ഷൻസ് കാരണം, ഇൻട്രാക്ഷൻസ് കാരണമാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസം ഓഫ് പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ദീസ് ത്രീ ആർ ലിങ്ക്ഡ് ബൈ ഷെയറിങ് ദ കോമൺ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് വേരിയിങ് ഡിഗ്രി. അതായത് എല്ലാ പ്രസൻറ്റിലുള്ളതായാലും പാസ്റ്റിലുള്ളതായാലും ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് എല്ലാതും ലിങ്ക് ചെയ്തേക്കുന്നത് ജനറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണ്. ഇത് ഓരോന്നിനും ഓരോ ഡിഗ്രി, ഇപ്പോൾ കുറച്ച് വേരിയേഷൻസ് ഓരോന്നിലും, ഓരോ പ്രോജനി ഉണ്ടാകുമ്പോഴും കുറച്ച് വേരിയേഷൻസിൽ ഈ ജനറ്റിക് മെറ്റീരിയൽ പാസ് ഓൺ ആവുകയാണ്.